പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ പ്രതിഭകളെ ചലച്ചിത്ര രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ KSFDC നടപ്പാക്കിയ സിനിമാ നിർമ്മാണ പദ്ധതി പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ ഫണ്ട് പൂർണ്ണമായും മുടങ്ങി. 2022-2023 വർഷത്തിന് ശേഷം കോർപ്പറേഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടേയില്ല. പ്രതിഭകളെ കണ്ടെത്തി സിനിമ ചെയ്യാൻ അവസരം നൽകുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനം വെറും പാഴ്വാക്കായി മാറുന്നതിന്റെ രേഖകളടക്കം ബിഗ് TV പുറത്തുവിടുകയാണ്. സിനിമ എന്നത് വലിയ മൂലധനമുള്ള പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നതിലോ സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിലോ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയുമില്ല. രാജ്യത്തെ ഏറ്റവും വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞവണ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് KSFDCയുടെ ഫിലിം പ്രോജക്റ്റ്. തുടക്കം മുതലേ നമ്മളടക്കമുള്ള ആളുകൾ സിനിമ ചെയ്ത നിരവധി സംവിധായകരെല്ലാം തന്നെ വലിയ പ്രശ്നം ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്തതാണ്. സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രോപ്പർ സിസ്റ്റം എന്ന് പറയുന്നതിലേക്ക് വരുന്നതിന് പകരം അതിന് ഒരു സാധാരണ സർക്കാർ പ്രോജക്റ്റുകൾ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം ഇതിപ്പോൾ റോഡ് പണി പോലെയോ അല്ലെങ്കിൽ ലൈഫ് മിഷൻ്റെ ഒരു വീട് പണി പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല സിനിമ. ഫണ്ട് പൂർണ്ണമായും മുടങ്ങിയതോടെ സിനിമയെ സ്വപ്നം കണ്ട നിരവധി യുവപ്രതിഭകളുടെ പ്രതീക്ഷകളുടെ ചിറകൊടിഞ്ഞ അവസ്ഥ. 2023 ശേഷം ഈ പദ്ധതി പ്രകാരം പട്ടികജാതി SC/ST വിഭാഗങ്ങൾക്ക് തുക അനുവദിച്ചിട്ടില്ല. അത് എന്താണെന്ന് ഈ കഴിഞ്ഞ സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 46 അനുസരിച്ച് ദുർബല വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സാമ്പത്തിക, വിദ്യാഭ്യാസ, സാംസ്കാരിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. പക്ഷേ കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ ഈ പദ്ധതിയുടെ മെരിറ്റിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. സിനിമാ രംഗത്തെ വരേണ്യ ലോബികളുടെ മെരിറ്റ് വാദങ്ങൾക്ക് മുന്നിൽ KSFDCയും സാംസ്കാരിക വകുപ്പും കീഴടങ്ങുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സിനിമ ഒരു കല മാത്രമല്ല, അതൊരു വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ കഥകൾ അവരുടെ കാഴ്ചപ്പാടിലൂടെ വെള്ളിത്തിരയിൽ എത്തിക്കാൻ നീക്കിവെച്ച ഈ 1.5 കോടി രൂപ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി അർഹരിലേക്ക് എത്താതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിയമലംഘനവും കടുത്ത അനീതിയുമാണ്. അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ വിപ്ലവകരമെന്ന് പ്രഘോഷിച്ച ഒരു പദ്ധതി വരേണ്യ ചിന്താഗതികളുടെ ചുവപ്പ് നാടയിൽ കുരുങ്ങി എന്നേക്കുമായി ഇല്ലാതാകും. ശ്രീജിത്തിനും അൻസിലിനുമൊപ്പം മാർലിവ വർഗീസ് പോൾ, ബിഗ് TV ജേർണലിസ്റ്റ്. KSFDCയുടെ ഈ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് എന്നത് നിലവിലെ മന്ത്രി PC വിഷ്ണുനാഥിന്റെ ശ്രദ്ധയിലേക്ക് ബിഗ് TV വെക്കുകയാണ്. വനിതാ സംവിധായകർക്കായി ഒരു പ്രോജക്റ്റിന് 1.5 കോടി വരെ ധനസഹായം ലഭ്യമാക്കിക്കൊണ്ട് സിനിമയിലെ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊക്കെയുള്ള ഒരു പദ്ധതിയാണ്. അതിങ്ങനെ പാതി വഴിയിൽ മുടങ്ങിപ്പോകേണ്ടതല്ല. പുതിയ സംവിധായകരുടെ സിനിമ പൂർണ്ണമായും KSFDC ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനുള്ള സ്ക്രിപ്റ്റുകൾ ക്ഷണിച്ച ശേഷം സ്ക്രീനിംഗ് സമിതിയുടെ, വിദഗ്ധ സമിതിയുടെ ഒരു കടുത്ത സ്ക്രീനിങ്ങിലൂടെയാണ് ഈ ഫണ്ടിനുള്ള അർഹരായവരെ കണ്ടെത്തുന്നത്. അപ്പോൾ അതിനൊരു നല്ല സമിതി വെച്ച് അപേക്ഷകൾ കൃത്യമായി വിലയിരുത്തിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതിയെന്ന് ഈ നാട്ടിൽ കലാകാരന്മാരോ അല്ലെങ്കിൽ പുതുതായി സിനിമാ മേഖലയിലേക്ക് വരാനുള്ള ആളുകളോ ഇല്ലെന്ന് ആരാണ് പറഞ്ഞത്? അപ്പോൾ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ വരുന്നവരുടെ മെറിറ്റിനെ ചോദ്യം ചെയ്തു എന്ന് കരുതി ആ പദ്ധതിയെ വേണ്ടെന്ന് വെക്കുന്നത് ഭൂഷണമല്ല. അതുകൊണ്ട് പുതിയ സർക്കാർ ആ തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു.